ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറഫാ ദിനത്തിന്റെ അന്ന് അവിടെയുള്ള ഹാജിമാരും ഇനി അവിടേക്ക് എത്തിപ്പെടാൻ സൗകര്യം ലഭിച്ചിട്ടില്ലാത്ത ലോകത്തിന്റെ ഏത് കോണിലുള്ളവരാണെങ്കിലും അന്നത്തെ ദിവസം ഈ തക്ബീർ, ഈ തഹ്മീദ്, ഈ തഹ്ലീൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അന്ന് നരകമോചനത്തിന്റെ ദിവസമാണ്. അത് അറഫാത്തിൽ നിൽക്കുന്ന ഹാജിമാർക്ക് മാത്രമല്ല, ആ സ്ഥലത്തിന്റെ പ്രാധാന്യം അവർക്കുണ്ടെന്നോ എന്നതിന്റെ പ്രാധാന്യത്തിന്റെ പുറമേ ലോകത്തിന്റെ ഏത് മുക്കിലുള്ള മനുഷ്യനാണെങ്കിലും അവൻ ആത്മാർത്ഥമായി കൊണ്ട് അല്ലാഹുവേ നരകാഗ്നിയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള ദിവസമാണത്. ശൈത്താനിയേറെ ദുഃഖം അനുഭവിക്കുന്ന ദിവസമാണത്. അതുകൊണ്ട് ശൈത്താന് ദുഃഖമുള്ള ദിവസം മുഅ്മിനീങ്ങളെ സന്തോഷത്തോടെ നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കണം, കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു 100 തവണ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നതാണ്. അത് സമുദ്രത്തിലെ നുരയോളവും പതയോളവും ആധിക്യമുള്ള ചെറുദോഷങ്ങൾ ഉണ്ടെങ്കിലും ഇതിലൂടെ പൊറുക്കപ്പെടുന്നു. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ദിവസേന പകലും രാത്രിയുമായി കൊണ്ടൊരു 200 തവണ ചൊല്ലിക്കോ. ഒരു 100 തവണയെങ്കിലും. അതിനൊക്കെ ഇത്ര പ്രയാസമുണ്ടോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 വട്ടം ചൊല്ലാൻ ഏറി വന്നാൽ ശ്രദ്ധയോടെ ചൊല്ലുകയാണെങ്കിൽ 2 മിനിറ്റ് മാത്രം. 2 മിനിറ്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തവണ ചൊല്ലാൻ 10 മിനിറ്റ്. ഒരു 12 മിനിറ്റ് ചെലവഴിക്കാൻ നമുക്ക് മനസ്സില്ല പോലും. നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരങ്ങളുടെ പിറകെയോ ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ നിന്റെ വാഹനത്തിലോ ജോലി സ്ഥലത്ത് ഒഴിവ് കിട്ടുമ്പോഴോ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരവസരത്തിൽ അതിനൊരു 12 മിനിറ്റ് നീക്കി വെക്കാൻ സമയമില്ലാത്ത നമ്മൾ ഫേസ്ബുക്കിൽ അലഞ്ഞു തിരിയുന്നു, വാട്സാപ്പിൽ അലഞ്ഞു തിരിയുകയാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ സമയം കണ്ടെത്തുകയാണ്. 12 മിനിറ്റ് അല്ല 12 മണിക്കൂർ ചെയ്താലും നമുക്ക് മടുപ്പ് തോന്നുന്നില്ല. അതേ അവസരത്തിൽ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു അശ്റു ഹസന, ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു അക്ഷരം പാരായണം ചെയ്താൽ പോലും അവന് 10 പുണ്യമുണ്ടെന്ന് ഓഫർ ചെയ്യപ്പെട്ടിട്ട് രാവിലെ സുബഹിക്ക് ശേഷമോ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പോലുമോ ആ ഖുർആൻ ഒന്ന് നിവർത്തി വെച്ചിട്ട് ചിന്തയോടെ ഒന്ന് പാരായണം ചെയ്യാൻ ഓ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, നമ്മിൽ പലർക്കും മടിയല്ലേ? നമ്മൾ എത്ര പേരെന്നത് കൊണ്ട് നടക്കുന്നുണ്ട്?